രാജ്യത്തെ ലഹരിമരുന്ന് ശൃംഖലകളെ വേരാർക്കുക എന്ന ലക്ഷ്യത്തോടെ വിപുലമായ കർമ്മ പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ രംഗത്ത്. കേരളത്തിൽ വിജയകരമായി തുടരുന്ന ഓപ്പറേഷൻ തൂഫാൻ മാതൃകയാക്കിയാണ് ദേശീയ തലത്തിൽ ഈ വേട്ട ശക്തമാക്കുന്നത്. ഇതിന്റെ ഭാഗമായി അടുത്ത 3 വർഷത്തേക്കുള്ള കൃത്യമായ ലക്ഷ്യങ്ങളും സമയപരിധികളും നിശ്ചയിച്ച് തയ്യാറാക്കിയ നർക്കോട്ടിക് കൺട്രോൾ വിഷൻ ഡോക്യുമെന്റ് നാളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യത്തിന് സമർപ്പിക്കും. ലഹരി മാഫിയകൾക്കെതിരെയുള്ള ശക്തമായ മുന്നറിയിപ്പായി വിവിധ ഏജൻസികൾ രാജ്യവ്യാപകമായി പിടിച്ചെടുത്ത 6000 കോടി രൂപ വിലമതിക്കുന്ന ലഹരി വസ്തുക്കൾ നാളെ ഒറ്റയടിക്ക് നശിപ്പിച്ചു കളയും. ലഹരി കടത്തും വിപണനവും തടയുവാൻ ജില്ലാ അടിസ്ഥാനത്തിൽ പ്രത്യേക നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തും. പ്രാദേശിക ലഹരി സംഘങ്ങളെ കണ്ടെത്തി ഇല്ലാതാക്കുകയാണ് ലക്ഷ്യം. ലഹരി കേസുകളിൽ ഉൾപ്പെടുന്ന കുറ്റവാളികളെ നിരീക്ഷിക്കുവാൻ രാജ്യവ്യാപകമായി പുതിയ ഡിജിറ്റൽ ഡാറ്റാബേസ് തയ്യാറാക്കും. സംസ്ഥാനങ്ങളിലെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാൻ എല്ലാ സംസ്ഥാന ഇന്റലിജൻസ് ബ്യൂറോകളിലും പ്രത്യേക വിഭാഗം രൂപീകരിക്കും. ലഹരിമരുന്ന് കേസുകളിൽ കുറ്റവാളികൾക്ക് കർശനവും വേഗത്തിലുള്ളതുമായ ശിക്ഷ ഉറപ്പാക്കുവാൻ രാജ്യത്ത് ഉടനീളം കൂടുതൽ പ്രത്യേക കോടതികൾ സ്ഥാപിക്കും. ലഹരിമുക്ത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ നിർണായക ചുവടുവെപ്പായിരിക്കും ഈ പുതിയ കർമ്മ പദ്ധതി.